നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിലെ ജനവാസ മേഖലയിൽ ഭീതിയായി പുലിയും കാട്ടാനയും. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു. തോട്ടം തൊഴിലാളികളുടെ പാടികൾക്കു സമീപം കാട്ടാന എത്തുന്നത് പതിവായതോടെ ഭീതിയിലായി നാട്ടുകാർ. നന്ദനത്ത് ചന്തു എന്ന ആന ചരിഞ്ഞു. 24 വയസ്സായിരുന്നു. ചന്ദ്രൻ നന്ദനത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ആന. മണലിപ്പുഴയിലെ പുലക്കാട്ടുകര ഷട്ടറിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം സംഭരിച്ചതിനാൽ സമീപത്തെ 2.5 ഏക്കറിലെ കൃഷി നശിച്ചു. വിഷു വിപണി ലക്ഷ്യമിട്ട് നട്ട പച്ചക്കറികളടക്കമാണ് നശിച്ചത്. വേനൽ മഴയ്ക്കൊപ്പമെത്തുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയിലുള്ള വാഴ കർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ തീവ്ര പരിശ്രമത്തിലാണ് കർഷകർ. കൊടകര ദേശീയപാതയുടെ സർവീസ് റോഡരികിൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണശാല നടത്തിപ്പുകാരിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ മലയോര ജാഥ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. 4 മാസം പ്രായമായ പശുക്കുട്ടിയുടെ കഴുത്തിന് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇവരുടെ പാടിക്ക് പുറകിലെ തൊഴുത്തിലാണ് പുലി ഇറങ്ങിയത്. പശുക്കളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ തോട്ടത്തിലേക്ക് കടന്നതായി പറയുന്നു. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകർ എത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പശുക്കുട്ടിയുടെ കഴുത്തിലെ മുറിവുകൾ പരിശോധിച്ചതിൽ പുലിയാണ് ആക്രമിച്ചതെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. 2 മാസം മുൻപ് ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. 3ാം തവണയാണ് ഇവരുടെ തൊഴുത്തിൽ പുലി ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കോഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികളുടെ പാടികൾക്കു സമീപം കാട്ടാന എത്തുന്നത് പതിവായതോടെ ഭീതിയിലായി നാട്ടുകാർ. കുണ്ടായി ഇരുമ്പുപാലത്തിനു സമീപം ജനവാസ കേന്ദ്രത്തിലാണ് കാട്ടാന എത്തിയത്. പാടികൾക്ക് സമീപത്തെത്തിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി നശിപ്പിച്ചു. വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ആളുകൾ പാട്ടകുട്ടിയും ഒച്ചവെച്ചും ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം ചൊക്കനയിലും ഇതേ കാട്ടാന വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കുണ്ടായി ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. തോട്ടം മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ ഏത് സമയവും കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഉറക്കവും ജോലിയും ഭീതിയോടെയാണെന്ന് ഇവർ പറയുന്നു. തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ടാക്കാൻ അധികൃതർ ഇടപെടണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഏതാനും ദിവസം മുൻപ് കുണ്ടായിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. മുരിക്കുങ്ങൽ സ്വദേശി കേളംപടിക്കൽ ഹനീഫിന്റെ ഭാര്യ റിജീനയ്ക്കാണ് പരിക്കേറ്റത്. ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്നോടുന്നതിനിടെ റിജീന വീഴുകയായിരുന്നു. തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. ഞാനിവിടെ 27 വർഷമായി ജോലി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 10 വർഷമായിട്ടാണ് ഇപ്പോൾ ഈ ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് വന്നത്. ആദ്യകാലത്തൊക്കെ നമ്മുടെ ജോലി സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന താമസ സ്ഥലത്ത് ആന വന്നു. ഇപ്പോൾ ഈടായിട്ടാണ് ഇപ്പോൾ അടുത്ത് തന്നെ വന്ന് ഒരു ആനയുടെ ശല്യം രാത്രിയിലുണ്ടായത്. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ അടികൃഷി ഒരുപാട് ചെയ്തിരുന്നു. വാഴായിട്ടും മറ്റു കൃഷികളൊക്കെ ആയിട്ടും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആനയുടെ ശല്യം അതിരൂക്ഷമാണ്. ഇത് കമ്പനിയോട് പറഞ്ഞാലും ഉപകാരമില്ല, ഫോറസ്റ്റോടും പറഞ്ഞാലും ഉപകാരമില്ല. ഇതിന് സ്ഥായിയായിട്ട് ഒരു അവസാനം വരണമെങ്കിൽ 4 ഭാഗത്തും വനാതിർത്തിയിൽ ട്രഞ്ച് കീറി ആന ഇങ്ങോട്ട് കടക്കാത്ത രീതിയിൽ വെക്കണം. ഇത് പലപ്പോഴായിട്ട് പല തവണ ആയിട്ട് ഫോറസ്റ്റുകളോടും അധികൃതരോടും പറഞ്ഞിട്ടൊന്നും ഒരു ഉപകാരമില്ല. അവർ വരും, അവരതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എടുത്ത് പോകും, അല്ലാതെ ഒരു ഉപകാരമില്ല. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളും ഇവിടുത്തെ കമ്പനി അധികൃതരും എല്ലാവരും കൂടിയായിട്ടൊരു യോഗം നടന്നു. അതിനകത്തും ഈ ട്രഞ്ച് കീറുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാട് കയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്.
ഞങ്ങൾക്ക് ആനശല്യം ഭയങ്കര കൂടി വരിക. പിന്നെ ആന ഇവിടെ ഈ ചുമലിനോട് ഒന്ന് വാടക നിന്ന് ഞങ്ങൾക്ക് അപ്പുറത്തിറങ്ങി ഇപ്പുറത്തിറങ്ങാൻ പറ്റില്ല. ആന കഴിഞ്ഞ ആഴ്ച പെണ്ണിനെ ഓടിപ്പിച്ച് വീണ് കയ്യാലും പൊട്ടി. പിന്നെ കാലുവേന എപ്പോഴും കാലുവേന വീണിട്ട് എന്താ ചെയ്യുക? ഞങ്ങൾക്ക് കാർഡ് എടുത്താൽ കമ്പനി കാർഡ് തരില്ല. രക്ഷയിലെ പണിയെടുക്കാൻ തുടത്തില്. ഇന്നലെ രാജവമ്പാല വണ്ട രാജവമ്പാല പാമ്പനിച്ചെന്ന് ഇതുപോലെ പഠനാവശ്യത്തിന് പോയി അവിടെ സ്റ്റേ ചെയ്യണം. ഇങ്ങനെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഇതേപോലെ രാത്രിയൊക്കെ ചിലപ്പോൾ വരാറുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. കൂടുതലും ഇപ്പോൾ കുറച്ച് ഈടായിട്ട് മിക്കപ്പോഴും ആന ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിളിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ആന പോകാൻ വേണ്ടി കഴിഞ്ഞ് 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പലപ്പോഴും ഇവിടെ എത്താറ്. ഇതേപോലെ പല ബുദ്ധിമുട്ടും പിന്നെ റോഡിലായാലും വരുമ്പോഴായാലും യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഈയിടെയായിട്ടല്ല കുറച്ച് കാലമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. മൊത്തത്തിൽ നമുക്കൊരു രാത്രിയാകുമ്പോൾ പിന്നെ ഇറങ്ങാനും പറ്റില്ല. എവിടേക്കായാലും ഒരു അത്യാവശ്യത്തിനായാലും എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാനായാലും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കുറച്ച് കാലഘട്ടമായിട്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം നിലക്ക് ഇത് ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ ആനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനയുടെ ആക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാടിറങ്ങുന്ന കാട്ടാനകളെ ഭയന്ന് പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളാണ് പാലപ്പള്ളി കുണ്ടായി എസ്റ്റേറ്റിലെ പാടികളിൽ കഴിയുന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്ക്. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നന്ദിലത്ത് ചന്തു എന്ന ആന ചരിഞ്ഞു. 24 വയസ്സായിരുന്നു. ചന്ദ്രൻ നന്ദിലത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മോഴ വിഭാഗത്തിൽപ്പെട്ട ആനയാണിത്. ആനയെ കോടനാട് പെരിന്തോട്ടിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് ആന ചരിഞ്ഞത്. പറപ്പൂക്കരയിൽ വെച്ചായിരുന്നു അന്ത്യം. ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചു. മണലിപ്പുഴയിലെ പുലക്കാട്ടുകര ഷട്ടറിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം സംഭരിച്ചതിനാൽ സമീപത്തെ 2.5 ഏക്കർ കൃഷി നശിച്ചു. വിഷു വിപണി ലക്ഷ്യമിട്ട് നട്ട പച്ചക്കറികൾ അടക്കമാണ് നാശം സംഭവിച്ചത്. 2.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമെന്ന് കർഷകൻ. ഒരാഴ്ചയായി ഇപ്പോൾ ഇവിടെ ഈ വെള്ളത്തിന്റെ ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അതുവരെ വെള്ളം ഇല്ലാത്ത പ്രശ്നമായിരുന്നു. പക്ഷെ വെള്ളം വിട്ടു തുടങ്ങിയപ്പോൾ വെള്ളം അങ്ങോട്ട് പുഴയിൽ കൊള്ളാത്ത വെള്ളമായിട്ട് പുഴ മറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കൃഷി മുഴുവൻ നശിച്ചത്. ഉണ്ടാവാൻ ഇപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇവിടെ ഉത്തരവാദപ്പെട്ടവർ ആരുമില്ല. വാച്ച്മാൻ ഇല്ല പുഴയ്ക്ക്. മറ്റേത് വാച്ച്മാൻ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പൊ ആർക്കെങ്കിലും കൃഷിനാശം വരുന്നുണ്ടെങ്കിൽ നോക്കി അവർ പാകത്തിന് നോക്കി തുറക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ പുഴയ്ക്ക് വാച്ച്മാൻ ഇല്ല. വേറെ സ്ഥലത്തെ ആള് പകരമുള്ള ആളാണ്. വിളിക്കുമ്പോൾ ആളില്ല, ആള് വന്നിട്ടില്ല. ഇനിയും വിളിച്ചിരുന്നു, ഒക്കെ വിളിച്ചിരുന്നു ഞങ്ങൾ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പകരം ആളില്ല ഒന്ന് തുറക്കാനായിട്ട്. നാളെ വരും തുറക്കും. അങ്ങനെ പറഞ്ഞു നിന്ന് കൃഷി മുഴുവൻ കംപ്ലീറ്റ് നശിച്ചു പോയി. ഇതെല്ലാം അവർക്ക് രേഖാമൂലം ഇവിടെ കൃഷിഭവനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഈ പുഴയുടെ ഈ മാതിരി വെള്ളം ലീക്ക് വരണതും ഈ മാതിരി നിറഞ്ഞു വരണതും എല്ലാം. പക്ഷെ എന്നിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കല്ലൂർ വെളുത്തെടുത്ത ജയദേവന്റെ കൃഷിയിടത്താണ് വെള്ളം കയറി കൃഷിനാശമുണ്ടായത്. ഒരാഴ്ചയായി കൃഷിയിടം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഈ വെള്ളക്കെട്ടിൽ ചീര, കുമ്പളം, വെള്ളരി, പൊട്ടുവെള്ളരി, മത്തങ്ങ കൂടാതെ തോട്ടത്തിലെ കൊള്ളി, വാഴ എന്നിവയും ചീഞ്ഞുപോയി. റെഗുലേറ്ററിൽ കൃത്യമായി വെള്ളം നിയന്ത്രിക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇടപെട്ടില്ലെന്നും കൃഷിയിടത്ത് വെള്ളം കയറുന്നതിന് മുൻപ് കൃഷി ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള സഹായവും കിട്ടിയില്ലെന്നും കർഷകർ പറയുന്നു. 2018 പ്രളയത്തിൽ തോട്ടത്തിന് സമീപത്തുള്ള ബണ്ട് പൊട്ടിയിരുന്നു. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം കർഷക കൂട്ടായ്മ സ്വന്തം പൈസ എടുത്താണ് ബണ്ട് കെട്ടിയത്. അന്ന് കെട്ടിയ ബണ്ടിന് സമീപം മറ്റൊരു ഹോൾ രൂപപ്പെട്ട് പുഴയിൽ ഉയർന്ന വെള്ളം അതിനുള്ളിലൂടെ കൃഷിസ്ഥലത്ത് നിറയുകയായിരുന്നു. പുഴയിലെ ജലനിരപ്പ് കൂടിയ സമയത്ത് ഈ ബണ്ടിന് മുകളിലൂടെയും വെള്ളം കവിഞ്ഞൊഴുകിയിരുന്നുവെന്നും കർഷകർ പറയുന്നു. പുഴയിൽ കൃത്യമായ അളവിൽ മാത്രം വെള്ളം പിടിച്ചു നിർത്തണമെന്നും ഷട്ടർ തുറന്ന് കൃത്യമായി വെള്ളം തുറന്നുവിടണമെന്നും ഷട്ടർ പ്രവർത്തിപ്പിക്കാനും മറ്റും ജോലിക്കാരെ നിയമിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ഇതിനു പുറമെ അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ കാർഷിക വിളകളുടെ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ പറയുന്നു. വേനൽ മഴയ്ക്കൊപ്പമെത്തുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയിലുള്ള വാഴകർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങു കൊടുക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ് ഉള്ളത്.
തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഈറോഡ്, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്തു നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴ കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറഞ്ഞു. ഊണൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ ഊണൊന്നും കിട്ടാനില്ല. അപ്പൊ അതിന്റെ പേരില് വള്ളി തന്നെയായിരുന്നു. കാറ്റും മഴയും വന്നിട്ട് ഈ തവണ മഴ നേരത്തെ വന്നു, കാറ്റൊന്നും വന്നിട്ടില്ല. ആ ഒരു പേടിയിൽ നിൽക്കാണ്. വാഴ വള്ളി കെട്ടലാണ് ഇപ്പോ. വള്ളി കെട്ടി കഴിഞ്ഞിട്ട് വേണം അടുത്ത. ഞങ്ങള് തന്നെ സ്വന്തമായിട്ടാണ് പണിയുന്നത്. ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് ഊന്നു കൊടുത്തിരുന്നത്. മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരമാണ് ഇതിനുപയോഗിച്ചിരുന്നത്. ഒന്നിന് 100 രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് ഊന്നു കൊടുക്കുമ്പോൾ കൃഷി ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വാഴകളെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനായി കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഓരോ വാഴകളുടെയും മധ്യത്തിലും തലഭാഗത്തുമായി 2 ഇടത്ത് പ്ലാസ്റ്റിക് വള്ളികൾ ബന്ധിച്ച ശേഷം തൊട്ടടുത്തുള്ള വാഴയിലേക്ക് വലിച്ചു കെട്ടിയാണ് കാറ്റിനെ പ്രതിരോധിക്കുന്നത്. ഇത്തരത്തിൽ 30 വാഴകളിൽ കെട്ടാൻ ആവശ്യമായ ഒരു കെട്ട് പ്ലാസ്റ്റിക് വള്ളികൾക്ക് 200 രൂപയോളം വില വരും. ഓരോ വർഷവും കൃഷിച്ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകനായ ലോനായി പങ്കുവയ്ക്കുന്നു. ഒരു കെട്ട് വള്ളി മേടിക്കണമെങ്കിൽ 190 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 വാഴയ്ക്കൊക്കെ ഇടാം. അത് അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോ അതിന്റെ ചെലവ് നോക്കുമ്പോ വലിയൊരു ചെലവാണ്. അത് മെനക്കെട്ട് ഇരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോ ഞങ്ങക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. 18 രൂപ നിരക്കിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴക്കന്ന് വാങ്ങുന്നത്. വളത്തിന് വർഷം തോറും വില വർദ്ധിക്കുകയാണ്. തൊഴിലാളികളെ നിയോഗിച്ച് കൃഷിപ്പണികൾ ചെയ്യിക്കുന്നവർക്ക് കൂലിച്ചെലവിനത്തിലും നല്ലൊരു തുക വേണ്ടിവരും. ഒടുവിൽ വിളവെടുത്ത വാഴക്കുല വിപണിയിലെത്തിക്കുമ്പോൾ മതിയായ വില ലഭിച്ചില്ലെങ്കിൽ കർഷകർ കടക്കെണിയിലാകും. സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുൻപേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉൽപാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു. ഇത്തവണ നേരത്തെ വേനൽ മഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് മാർച്ച് 27 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നയിച്ച ജില്ലാ മലയോര ജാഥ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. പര്യടന പരിപാടിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, ഡെന്നിസ് കെ ആന്റണി, ജില്ലാ സെക്രട്ടറിമാരായ ബേബി നെല്ലിക്കുഴി, പോളി റാഫേൽ, സെബാസ്റ്റ്യൻ മഞ്ഞളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൽ ബാബു, ബിജു ആന്റണി, ജോസ് മുട്ടത്തുകാട്ടിൽ, ജോസ് മുതുകാടൻ, രഞ്ജിത്ത് പോൾ, മേജർ മുള്ളക്കര, ബെന്നി സൈമൺ, ബെന്നി കൂനമാക്കൽ, രാജു സി പാറപ്പുറം, ജിഷ പുരുഷോത്തമൻ, കെ അമ്പിളി എന്നിവർ പ്രസംഗിച്ചു. ആലയങ്ങാട്, മാവിൻചുവട്, ആമ്പല്ലൂർ, വരന്തരപ്പള്ളി, ഇഞ്ചക്കുണ്ട്, കോടാലി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. അവരുടെ ജീവൻ രക്ഷിക്കുക, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നിയമ ഭേദഗതി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആയതിന്റെ പ്രചരണാർത്ഥം മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മാള ചെന്തുരുത്തി അറക്കപ്പറമ്പിൽ വീട്ടിൽ 58 വയസ്സുള്ള രവിയാണ് മരിച്ചത്. അപകടം നടന്നയുടൻ കാടുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാളയിലെ ദന്താശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു. രാവിലെ ദന്താശുപത്രി തുറന്ന ശേഷം പൊയ്യ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കൊടകര ദേശീയപാതയുടെ സർവീസ് റോഡരികിൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണശാല നടത്തിപ്പുകാരിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കി. കൊടകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പൊതു ഇടങ്ങളിലും ദേശീയപാതയോരത്തും നടത്തിയ മെഗാ ശുചീകരണത്തിനിടയിലാണ് മാലിന്യ ചാക്കുകൾ കണ്ടെത്തിയത്. ആരോഗ്യ പ്രവർത്തകരടങ്ങിയ വിജിലൻസ് സ്ക്വാഡ് ചാക്കുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മാലിന്യം തള്ളിയവരെ കുറിച്ചുള്ള സൂചന നൽകുന്ന രേഖകൾ ലഭിച്ചത്. ഇതനുസരിച്ചാണ് സ്ഥാപനത്തിൽ നിന്ന് പിഴ ഈടാക്കിയത്.
പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. പഞ്ചായത്ത് പരിധിയിൽ മാർച്ച് മാസത്തിൽ മാത്രം മാലിന്യങ്ങൾ കത്തിച്ചതിനും വലിച്ചെറിഞ്ഞതിനുമായി 65,000 രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയിട്ടുള്ളതായി പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായരും അറിയിച്ചു. പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ ഒരിക്കലും നിർത്തലാക്കില്ലെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം. 2028 വരെയാണ് ടോൾ പിരിക്കാൻ പാലേക്കരയിൽ ടോൾ പിരിവിന് അനുമതി ഉണ്ടായിരുന്നത്. രാജ്യത്തെ എല്ലാ ടോൾ പ്ലാസകൾക്കും ഈ നിയമം ബാധകമാണ്. റോഡ് പണിയുന്ന കമ്പനിയുടെ കരാർ കാലാവധി കഴിഞ്ഞാലും ദേശീയപാതകളിലെ ടോൾ പിരിവ് നിർത്തില്ലെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചത്. ഇത്ര നാളായി വിവിധ ടോൾ ബൂത്തുകൾ വഴിപിരിച്ച തുകയുടെ ഓഡിറ്റിംഗ് നടത്തില്ലെന്നും ടോൾ ബൂത്തുകൾ കുറയ്ക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ശ്രമിക്കുന്നില്ലെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയെ അറിയിച്ചു. ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് യൂസർ ഫീ ഇനത്തിലാണ് ടോൾ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുകയ്ക്ക് പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടില്ല. റോഡ് നിർമ്മാണത്തിന് ചെലവായ തുകയും പിരിച്ചുകിട്ടിയ തുകയും സംബന്ധിച്ച ഓഡിറ്റുകളൊന്നും നടത്തേണ്ടെന്നാണ് കേന്ദ്ര നയം. 2008 ദേശീയപാത ഫീസ് നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് യൂസർ ഫീ ഈടാക്കുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. ഈ യൂസർ ഫീ വർഷം തോറും പരിഷ്കരിക്കുന്നതാണ്. റോഡ് നിർമ്മാണ സമയത്ത് കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയാണ് പതിവ്. ഇത് നിശ്ചിത തുക വരെ അല്ലെങ്കിൽ കാലയളവ് വരെ ഫീസ് പിരിച്ചെടുക്കാൻ കമ്പനികൾക്ക് അധികാരം നൽകുന്നു. കാലയളവ് അവസാനിച്ചാൽ ടോൾ ബൂത്ത് മാറ്റുകയല്ല, പകരം പിരിവ് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസികൾ വഴിയോ ടോൾ പിരിവ് തുടരും. ഈ തുക ഭാവി പദ്ധതികൾക്കും നിലവിലെ പദ്ധതികളുടെ വിപുലീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമാണ് വിനിയോഗിക്കുക. ദേശീയപാത, പാലം, തുരങ്കം, ബൈപ്പാസ് എന്നിവയിലാണ് ടോൾ പിരിവ് തുടർന്നും ഈടാക്കുക. ഓരോ പദ്ധതിയും പൂർത്തിയായ ശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താണ് ടോൾ പിരിവ് നടത്തുന്നത്. ടോൾ നിരക്കുകൾ സംബന്ധിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകമാനം നിലവിൽ 1603 ടോൾ പ്ലാസകളാണ് പ്രവർത്തിക്കുന്നത്. പൊന്നൂക്കര മൈമ്പിളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 12 വർഷം കൂടുമ്പോൾ നടത്തേണ്ട പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തെ തുടർന്നാണ് പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ നടത്തുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി 1-ാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, ലക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. 8-ാം ദിവസമായ ഏപ്രിൽ 2-ന് രാവിലെ 8:55-നും 10:58-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തും. 11-ാം ദിവസം രാവിലെ നട തുറക്കൽ, കലശത്തിങ്കൽ ഉഷപൂജ, തത്വഹോമം, തത്വകലശ പൂജ, ശ്രീഭൂതബലി, രാത്രി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, പ്രമോദ്, രതീഷ്, സുജാത, സതീഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. മൈമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം പൊന്നൂക്കര നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും. ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ അമ്പലത്തിൽ നടക്കുകയാണ്. 26 തൊട്ട് ശുദ്ധിക്രിയകളും മറ്റു ഹോമങ്ങളും തുടങ്ങി ഏപ്രിൽ 2 മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 8:58 മുതൽ 10:58 സമയത്തിൽ പുനഃപ്രതിഷ്ഠ, ദേവൻ്റെ പുനഃപ്രതിഷ്ഠ ഇവിടെ നടത്തുന്നതാണ്. തുടർന്ന് 2 ദിവസത്തെ നടയടപ്പിന് ശേഷം ഏപ്രിൽ 5 രാവിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നട തുറപ്പ് മഹോത്സവം നടക്കുന്നു. വൈകിട്ട് 5 സമാജങ്ങൾ, 5 ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് കാലത്തെ ദേശവാസികളെല്ലാവരെയും ആഗ്രഹപ്രകാരം 2023 ഡിസംബർ 7-ാം തീയതി നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായി അന്ന് പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് 2024 നമ്മൾ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ ഈ 2025 നമ്മൾ നവീകരണ കലശം നടത്താമെന്നുള്ളതിലേക്ക് എല്ലാവരും എത്തിയത്. നമ്മുടെ പൂർവികർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ
പുനഃപ്രതിഷ്ഠയും നവീകരണവും 80 വർഷത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതും തുടർന്ന് ഈ ചടങ്ങ് ഭംഗിയായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതും. ഏകദേശം 80 വർഷത്തോളമായിട്ട് ഇവിടെ നവീകരണ കലശമോ പുനഃപ്രതിഷ്ഠയോ നടന്നതായി നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ എല്ലാ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ഇത്രയും നാളായിട്ട് നടക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു നവീകരണ ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായത്. ഞാൻ ദേവൻ്റെ ഒരു വലിയ ഭക്തനാണ്. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് തൊഴുത് പോയി കഴിഞ്ഞാൽ അത് എന്ത് പ്രശ്നമായാൽ തന്നെയും അത് വളരെ നിസാരമായിട്ട് നമുക്ക് അത് തീർത്ത് തന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളേതാണ്ട് എനിക്കൊരു ഈ അമ്പലവുമായിട്ടൊരു 69 വർഷത്തെ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേവൻ അത്രയും പ്രിയപ്പെട്ടതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്നെ ഇപ്പോൾ നിലനിർത്തി പോയിരുന്നത് തന്നെ ദേവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് ഞാൻ ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങളിൽ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തുകൊണ്ടും ഇന്നും ഇരിക്കുന്നു. ഇന്നും ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്ന് പെട്ടിട്ടുള്ളത്. തനിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. പ്രമുഖ പിന്നണി ഗായിക തനിക്ക് ഒരു എതിരാളിയെയല്ല എന്ന് പ്രസീത ചാലക്കുടി പറഞ്ഞു എന്ന തലക്കെട്ട് നൽകി ഫോട്ടോ ഉൾപ്പെടെ വച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. സംഭവത്തിൽ പ്രസീത ചാലക്കുടി പോലീസിൽ പരാതി നൽകി. തനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി. പ്രമുഖ പിന്നണി ഗായിക തനിക്ക് ഒരു എതിരാളിയെ അല്ല എന്ന് പ്രസീത ചാലക്കുടി പറഞ്ഞു എന്ന തലക്കെട്ട് നൽകി ഫോട്ടോ ഉൾപ്പെടെ വെച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. സംഭവത്തിൽ പ്രസീത ചാലക്കുടി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ഒരാഴ്ച കാലമായി വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയാണ് പ്രസീത ചാലക്കുടിയുടെ പ്രസ്താവന എന്ന തരത്തിൽ വ്യാജ കണ്ടന്റുകൾ പ്രചരിക്കുന്നത്. പ്രമുഖ പിന്നണി ഗായിക തനിക്ക് എതിരാളിയെ അല്ല എന്ന് പ്രസീത ചാലക്കുടി പറഞ്ഞു എന്നതാണ് ഉള്ളടക്കം. ചില ഓൺലൈൻ പോർട്ടലുകൾ അടക്കം ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് പ്രസീത ചാലക്കുടി നിയമ നടപടികളിലേക്ക് കടന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജുകളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഒരു വാർത്ത പരക്കണുണ്ട്. അതിങ്ങനെയാണ്: അറിയപ്പെടുന്ന ഒരു പാട്ടുകാരുടെ പേര് വെച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ഫോട്ടോ അവർ തിരഞ്ഞെടുത്തു. അവിടെ ക്യാപ്ഷൻ എഴുതിയേക്കണത് ആ ഒരു പാട്ടുകാരി എനിക്കൊരു എതിരാളിയേ അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊരു വ്യാജ വാർത്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സാവാചം ഞാൻ അറിയാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മനുവേട്ടനും കൂടിയിട്ട് ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തി. നേരെ ചെന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലൊക്കെ ഇവരുടെ ഈ ഒരു പേജുകളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളാരും വിശ്വസിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും താൻ നടത്തിയിട്ടില്ല എന്നും പ്രസീത വ്യക്തമാക്കുന്നു. റീച്ച് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്നും പ്രസീത പറഞ്ഞു. വ്യാജവാർത്തയെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് പ്രസീതയ്ക്കെതിരെ നടക്കുന്നത്. ഈ മാസം 24-25 തീയതികളിൽ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. ബാങ്ക് യൂണിയനുകളും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അനുരഞ്ജന ചർച്ച വിളിച്ചത് ചീഫ് ലേബർ കമ്മീഷണർ. തുടർ ചർച്ച ഏപ്രിൽ 3-ാം വാരം നടക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തു. ജോലിസ്ഥലത്ത് ആവശ്യം വന്നാൽ തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാനായാണ് മെഡിക്കൽ കിറ്റുകൾ നൽകിയത്. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അശ്വതി വിബി തൊഴിലുറപ്പ് മേറ്റുമാർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ഹാരിസൺ മലയാളം തോട്ടം മേഖലയിലെ കലാസാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കരിമ്പനക്കൽ അബ്ദുൾ അസീസിന്റെ അനുസ്മരണ യോഗം നടത്തി. എലിക്കോട് നടന്ന അനുസ്മരണ യോഗത്തിൽ ശശി ആര്യാടൻ അധ്യക്ഷത വഹിച്ചു. മുപ്ലി എസ്റ്റേറ്റ് മാനേജർ അരവിന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ രവി, ഫീൽഡ് ഓഫീസർ ബിൻസ്, അനൂപ് MS, വാസുദേവൻ, മുഹമ്മദ്, ബാബു, അശോകൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. പെൻഷൻകാർ അഭിനേതാക്കളാകുന്ന ലഘുനാടകം, ഫ്ലാഷ് മോബ് എന്നിവയടങ്ങുന്ന കലാജാഥയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്
ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തും. 10:15 വരന്തരപ്പള്ളി സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷും കോടാലി സെന്ററിൽ 11:15 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയും 12:15 കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനും 3:30 മാവിൻചുവട് സെന്ററിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും 4:30 തലോർ സെന്ററിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജുവും വൈകിട്ട് 5:30 പുതുക്കാട് സെന്ററിൽ നടത്തുന്ന സമാപന സമ്മേളനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജും ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തും. സംഘടനാ ഭാരവാഹികളായ K ചന്ദ്രമോഹനൻ, KM ശിവരാമൻ, ജോയ് മണ്ഡകത്ത്, P തങ്കം, KO പുറിഞ്ചു എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കും. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരത്തിന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെയും അർഹമാക്കാൻ നേതൃത്വം നൽകി പ്രവർത്തിച്ച മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MR രഞ്ജിത്ത് എന്നിവരെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മറ്റത്തൂർ നേതൃസമിതി ആദരിക്കും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കോടാലി GLP സ്കൂളിൽ നടക്കുന്ന ആദരണ ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ദേശീയപാതയിൽ റോഡരികിലെ ഡിവൈഡറിൽ അപകടകരമായ സാഹചര്യത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവ്. പുതുക്കാട് ദേശീയപാതയിൽ തിരക്കേറിയ റോഡരികിലെ ഡിവൈഡറിൽ അപകടകരമായ രീതിയിൽ കഴിയുകയാണ് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയ്ക്ക് സമീപത്തെ ഡിവൈഡറിൽ ആണ് മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന യുവാവ് കഴിയുന്നത്. 2 മാസത്തോളമായി ഇയാൾ ഇവിടെ എത്തിയിട്ട് ഡിവൈഡറിന്റെ മുകളിലും പരിസരമാകെയും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും മാലിന്യങ്ങളും നിരത്തിയ നിലയിലാണ്. ദീർഘദൂര KSRTC ബസ്സുകൾ യാത്രക്കാരെ ഇറക്കുന്നതിന് സമീപത്തായാണ് ഇയാൾ പഴയ വസ്ത്രങ്ങൾ കൊണ്ട് മാലിന്യ കൂമ്പാരമാക്കിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്ന് ബസ്സിൽ കയറുന്നവരും ഇറങ്ങുന്നവരും ഈ യുവാവിനെ ഭയന്ന് ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. രാത്രിയിൽ ഡിവൈഡറിനോട് ചേർന്ന് പോകുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും ഇയാളെ കണ്ട് ഭയന്നതായി പറയുന്നു. സാമൂഹികനീതി വകുപ്പ് ഇടപെട്ട് യുവാവിനെ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വളരെ വേദനിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പുതുക്കാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ സ്നേഹിന്ന് തന്നെ പറയാം. ഒരു അന്യ സംസ്ഥാനത്ത് വന്ന ഒരു വ്യക്തിയായിരിക്കാം. അദ്ദേഹം നമ്മുടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അതോടൊപ്പം തന്നെ ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥിതി കാണുമ്പോൾ നമുക്കൊക്കെ വളരെയധികം വേദന. കാരണം പുതുക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ സ്ഥിരകേന്ദ്രത്തിന് മുന്നിലും പുതുക്കാട് ഉള്ള KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലും ഒരു നല്ല SBI ബാങ്ക്, അതേപോലെ ജില്ലാ പഞ്ചായത്ത്, എല്ലാ സർക്കാർ സ്ഥാപനവും കൂട്ടിച്ചേരുന്ന ഒരു സ്ഥലത്ത് ഒരു 10-30 വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എങ്ങനെയാണ് കിടക്കണം, എന്താണ് സംഭവിക്കണമെന്ന് പോലും അന്വേഷിക്കാൻ ഇവിടുത്തെ അധികാരവർഗത്തിന് നേരമില്ല, സമയമില്ല. അതിനെതിരെ ഇന്ന് ശക്തമായിട്ട് എനിക്കൊരു പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധം ഇന്ന് ഞാൻ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസിലും അതേപോലെ തന്നെ പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറിക്കും അതേപോലെ തന്നെ പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർക്കും ഇദ്ദേഹത്തിന് വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സുരക്ഷിത ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി മാലിന്യം നീക്കി. യുവാവ് സ്ഥലത്തുണ്ടായിരുന്നില്ല. യുവാവിനെ സ്ഥിരമായി മാറ്റി പാർപ്പിക്കാനാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നല്ലവരായ സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളായില്ലേ, 3 മാസത്തോളം മേലെയായിട്ട് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പലതവണ നമ്മളിത് വിവരങ്ങൾ വിളിച്ച് അറിയിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്താത്ത അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് തെക്കത്തല പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ തരത്തിലുള്ള വാർത്തകൾ, ആക്രമണ ഒരു മനോഭാവത്തിൽ ഉള്ള ഒരു 25 വയസ്സിന് മുകളിലുള്ള ഒരു യുവാവ്, എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ ടൈമുകളിൽ ബസ് കയറാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് അവൻ്റെതായ ഒരു കൂമ്പാരം അവിടെ ഉണ്ടാക്കി വെച്ചാണ്. ആ കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. രാത്രി കാലങ്ങളിലും വന്ന് ഇവിടെ ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് ട്രൗസറൊക്കെ ഇട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ ഒരു മാനസിക മനോനില തെറ്റിയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എത്രയും വേഗം ആ സുഹൃത്തിനെ നല്ലൊരു രീതിയിലേക്ക് മാറ്റി അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അധികാരികളൊന്ന് കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.
അർബുദ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴി കാണാതെ വിഷമിക്കുന്ന നിർധന യുവാവ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കൊടകര പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള പൈങ്കിലാത്തുമേത്തിൽ ശ്രീധരന്റെ മകൻ 39 വയസ്സുള്ള രഞ്ജിതാണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. മാതാപിതാക്കളും ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്നതാണ് ഈ യുവാവിന്റെ കുടുംബം. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രഞ്ജിത്ത് രോഗിയായതോടെ നിത്യവൃത്തിക്ക് പോലും വിഷമിക്കുകയാണിവർ. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജിത്ത് ഇപ്പോൾ മലാശയ ക്യാൻസറിന്റെ രോഗത്തിന്റെ 2-ാം ഘട്ടത്തിലാണ്. ശസ്ത്രക്രിയയിലൂടെ രഞ്ജിത്തിനെ രക്ഷിക്കാനാവുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിനാവശ്യമായ തുക കണ്ടെത്താനാകാതെ വലയുകയാണ് കുടുംബം. രഞ്ജിത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി പഞ്ചായത്ത് അംഗം പ്രനില ഗിരീഷൻ ചെയർമാനും ജസ്റ്റിൻ ജോക്കബ് കൺവീനറും ബിനു ജി നായർ ഖജാൻജിയുമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾ അക്കൗണ്ട് നമ്പർ 170700854000 IFSC കോഡ് FDRL 0001707 ഫെഡറൽ ബാങ്ക് കൊടകര ശാഖ എന്നതിലേക്ക് സഹായം എത്തിക്കണം. വിളിക്കേണ്ട നമ്പർ 9895754344. ഇനി കാണാം ഇൻഫോടോക്ക്. ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നവർ എന്താണ് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന ചോദ്യം പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണ രീതി എന്ന് നോക്കാം. ബഹിരാകാശ യാത്രികർക്ക് കഴിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതും പാക്ക് ചെയ്തതുമായ ഭക്ഷണമാണ് ലഭ്യമാക്കാറ്. യാത്രികരുടെ സന്തുലിതമായ ഡയറ്റും പോഷകവും ഉറപ്പിക്കുന്നതിനായാണ് ഇത്. ഇവ ദീർഘകാലം സൂക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഖരരൂപത്തിലോ ഫ്രീസ് ചെയ്തവയോ ആയിരിക്കും. കഴിക്കുന്നതിന് മുൻപ് ഇവ റീഹൈഡ്രേറ്റ് ചെയ്യാനാവും. ട്യൂബുകൾ, ക്യാനുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യുക. പരിമിതമെങ്കിലും ഫ്രഷ് ഭക്ഷണങ്ങൾ ബഹിരാകാശ നിലയത്തിലെ യാത്രികർക്ക് ലഭ്യമാക്കാറുണ്ട്. ഭൂമിയിലെ പോലെ വാരി വലിച്ചു കഴിക്കാനും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ആരോഗ്യം സുരക്ഷിതമായി നിലനിർത്താൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഡയറ്റിൽ ഉറപ്പിക്കും. കുടിക്കാനായി ചായയോ കോഫിയോ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ നിലയത്തിൽ സ്റ്റോക്ക് ഉണ്ടാകും. മറ്റു പാനീയങ്ങളും ലഭിക്കും. ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണത്തിൽ പിസ്സ, റോസ്റ്റ് ചിക്കൻ, ചെമ്മീൻ, കോക്ടെയിലുകൾ തുടങ്ങി മുൻകൂട്ടി പാക്ക് ചെയ്ത കംഫർട്ട് ഭക്ഷണങ്ങളും ഫ്രീസ് ചെയ്ത പഴങ്ങളും പച്ചക്കറികളും കാണാം. ബഹിരാകാശ യാത്രികർക്ക് പ്രഭാത ഭക്ഷണ ധാന്യങ്ങൾ, പൊടിച്ച പാൽ, പിസ്സ, റോസ്റ്റ് ചിക്കൻ, ചെമ്മീൻ കോക്ടെയിലുകൾ, ട്യൂണ എന്നിവ ലഭ്യമായിരുന്നുവെന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻസൈഡറും പറയുന്നു. നാസയിലെ ബഹിരാകാശ ഡോക്ടർമാർ യാത്രികരുടെ എല്ലാം കലോറി ഉപഭോഗം നിരീക്ഷിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഡയറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മാംസവും മുട്ടയും ഭൂമിയിൽ മുൻകൂട്ടി പാകം ചെയ്തവയാണ്. വീണ്ടും ചൂടാക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. സൂപ്പ്, സ്റ്റ്യൂ തുടങ്ങിയ നിർജ്ജലീകരണം ചെയ്ത ഭക്ഷണങ്ങൾ വീണ്ടും ദ്രാവക രൂപത്തിലാക്കാൻ ബഹിരാകാശ നിലയത്തിന്റെ 530 ഗാലൺ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നത് പോലെ തന്നെ കാർഗോ ഫ്ലൈറ്റുകളും ഉണ്ട്. ഇവയിലൂടെ ISSലെ താമസക്കാർക്ക് മതിയായ ഭക്ഷണ സാധനങ്ങളിൽ ISSലേക്ക് വരും. ഇവയിൽ ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. ജീവനക്കാർ പുതിയ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം പാലിക്കുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഫ്രഞ്ച് A1, A2 ലെവൽ, ജർമ്മൻ B1, B2 ലെവൽ കോഴ്സുകൾ ആരംഭിക്കുന്നു. ഏപ്രിൽ ആദ്യവാരം ക്ലാസുകൾ തുടങ്ങും. ഓൺലൈനായാണ് ക്ലാസുകൾ നടത്തുക. താൽപര്യമുള്ളവർ പ്രവേശനത്തിനായി കോളേജിൽ നേരിട്ടെത്തണം. ഫോൺ നമ്പർ 9456069307 8547005046. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8270 രൂപ, പവന് 66,160 രൂപ.
മുപ്ലിയം താണിപ്പറമ്പിൽ പവിത്രൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആമ്പല്ലൂർ കുറുപ്പംകുളം നാരായണത്തോടൻ കൃഷ്ണൻ ഭാര്യ കാർത്തിയായനി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷാജു, ജിഷ എന്നിവർ മക്കളും നിഷാദേവി, പ്രദീപ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിയിലെ ജനവാസ മേഖലയിൽ ഭീതിയായി പുലിയും കാട്ടാനയും. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു. തോട്ടം തൊഴിലാളികളുടെ പാടികൾക്കു സമീപം കാട്ടാന എത്തുന്നത് പതിവായതോടെ ഭീതിയിലായി നാട്ടുകാർ. നന്ദനത്ത് ചന്തു എന്ന ആന ചരിഞ്ഞു. 24 വയസ്സായിരുന്നു. ചന്ദ്രൻ നന്ദനത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ആന. മണലിപ്പുഴയിലെ പുലക്കാട്ടുകര ഷട്ടറിൽ കൂടുതൽ ഉയരത്തിൽ വെള്ളം സംഭരിച്ചതിനാൽ സമീപത്തെ 2.5 ഏക്കറിലെ കൃഷി നശിച്ചു. വിഷു വിപണി ലക്ഷ്യമിട്ട് നട്ട പച്ചക്കറികളടക്കമാണ് നശിച്ചത്. വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയിലുള്ള വാഴ കർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ തീവ്ര പരിശ്രമത്തിലാണ് കർഷകർ. കൊടകര ദേശീയപാതയുടെ സർവീസ് റോഡരികിൽ മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണശാല നടത്തിപ്പുകാരിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ മലയോര ജാഥ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.